പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം. സുന്ദരരാവണം പുരുഷന്റെയും സ്ത്രീയുടെയും എല്ലാം സ്വപ്നമാണ്. സുന്ദരരായി നടക്കണം, അതിന് അണിഞ്ഞൊരുങ്ങണം. പണ്ട് കാലങ്ങളിൽ താളിയും ഇഞ്ചയും മഞ്ഞളുമൊക്കെയായി സൗന്ദര്യത്തിൻ്റെ പ്രകൃതിക്കൂട്ടുകൾ ഉണ്ടായിരുന്നു. ആ സ്ഥാനത്തേക്ക് കൃത്രിമമായ പലതും കടന്നു വന്നു. സിന്തറ്റിക് സാധനങ്ങളായി സൗന്ദര്യം തന്നെ വലിയ ഒരു മാർക്കറ്റ്, വിൽപ്പന ചരക്കായി. ജോൺസൺ ആൻഡ് ജോൺസൺ, ക്യാൻസറിനെ പോലുള്ള അനവധി കമ്പനികൾ പല തരങ്ങളിലുള്ള ഉൽപ്പന്നങ്ങളുമായി രംഗത്തെത്തി. ലോകത്തെ ഏറ്റവും കൂടുതൽ വിൽപ്പന നേടുന്ന കച്ചവടച്ചരക്ക് സൗന്ദര്യ സംവർദ്ധക വസ്തുക്കളാണ്. അണിഞ്ഞൊരുങ്ങി ചായമെല്ലാം തേച്ച് മസ്കാരയും ലിപ്സ്റ്റിക്കും നെയിൽ പോളിഷുമെല്ലാം വാരിത്തേച്ച് സൗന്ദര്യം വൈരൂപ്യമാണ് എന്ന് കാണിച്ചുകൊണ്ട് നടക്കുന്നവരാണ് ഇന്ന് ഏറ്റവും കൂടുതലുള്ളത്. സൗന്ദര്യത്തിൻ്റെ പേരിൽ അവർ തെറ്റിദ്ധരിക്കുകയാണ് ഇതാണ് സൗന്ദര്യമെന്ന്. കാട്ടിക്കൊണ്ട് നടക്കുന്നത് വൈരൂപ്യമാണ്. തൻ്റെ ഭാവത്തിൽ കാണിക്കാനുള്ള ആത്മധൈര്യമില്ല, തന്നെക്കുറിച്ച് ഒരു മതിപ്പുമില്ല. ഞാനല്ല എന്ന് കാണിക്കണം. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നാടോടുമ്പോൾ നടുവേ ഓടണമെന്ന് കരുതുന്നവരാണ് കൂടുതൽ ആളുകളും. മസ്കാരയെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. മസ്കാര ചെറുപ്പത്തിൻ്റെ ഒരു ഭ്രാന്തായിട്ട് മാറിയിട്ടുണ്ട്. ചെറുപ്പത്തിൻ്റെ മാത്രമല്ല, മസ്കാര ഉപയോഗിക്കുന്ന അമ്മൂമ്മമാരെയും എനിക്കറിയാം. പണ്ട് ഇത് കൺമഷിയായിരുന്നു, സുറുമ. മലയാളത്തിൽ നല്ലൊരു പാട്ട് തന്നെയുണ്ട്. എങ്ങനെയാവണം ഒരു പരസ്യമെന്ന് പരസ്യ കമ്പനിക്കാർക്ക് ക്ലാസ് എടുത്ത് പഠിപ്പിക്കാൻ പറ്റിയൊരു പാട്ടാണ്. ആ പാട്ടിലെ ചില വരികൾ വളരെ രസകരങ്ങളാണ്. സുറുമ, കണ്ണിൽ തേക്കുന്ന കൺമഷി, ഒരു പല്ലു പോയ കിളവി കണ്ണിൽ തെല്ലു സുറുമ എഴുതി, ഒരു പല്ലു പോയ കിളവി കണ്ണിൽ തെല്ലു സുറുമ എഴുതി, മധുര യൗവനം നേടി ഒരു മാരനെ വീണ്ടും നേടി, മധുര യൗവനം നേടി ഒരു മാരനെ വീണ്ടും നേടി, പല്ല് പോയ കിളവി. ഇപ്പൊ പല്ല് പോയ കിളവി കണ്ണിൽ സുറുമ എഴുതിയപ്പോഴേ പല്ല് വീണ്ടും വന്നിട്ട് വേറെ നല്ല ചെറുക്കനെ കിട്ടിയെന്ന്. സുറുമയ്ക്ക് ഒരു സാധനത്തിന് ഇതാണ് പരസ്യക്കാരൻ്റെ വിരുത്. ഇതിൽ വീണു പോകുകയാണ് അമ്മൂമ്മമാര് പോലും. പല്ലൊക്കെ വീണ്ടും വന്ന് നല്ലൊരു മാരനെ കിട്ടുമെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ? കോട്ടയത്ത് പണ്ടൊരിക്കൽ സുറുമ വിൽക്കാൻ പോയി, ഒരു കോങ്കണ്ണി പെണ്ണൻ്റെ സുറുമ വാങ്ങിച്ചു. കോട്ടയത്ത് പണ്ടൊരിക്കൽ സുറുമ വിൽക്കാൻ പോയി, ഒരു കോങ്കണ്ണി പെണ്ണൻ്റെ സുറുമ വാങ്ങിച്ചു. ഉണ്ടായ കണ്ണിലിത് 2 ദിനം എഴുതിയപ്പോൾ തണ്ടുലയും താമരകൾ കണ്ടു കണ്ണിലാകെ. ആരിക്കു വേണം സുറുമയാരിക്കു വേണം? ഓടിക്കൂടാതിരിക്കുവോ? കോങ്കണ്ണി പെണ്ണെന്നൊക്കെ പറയുന്നത് അതൊരു ബോഡി ഷെയ്മിങ് ആണ്, ജെൻഡർ ഡിസ്ക്രിമിനേഷനാണ്. പറയാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആണെങ്കിൽ ഇത് എഴുതിയ കവിയെയും പാടിയ എന്നെയും പിടിച്ച് ജയിലിടേണ്ടി വരും. പക്ഷേ ഇങ്ങനെ കൺമഷി എഴുതിയ, മസ്കാര ഉപയോഗിച്ച, കണ്ണില് തണ്ടുലയുന്ന താമരകളൊക്കെ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ സഹിക്കും? പിന്നെ മയ്യത്തായി കിടന്നൊരു വീഷനപ്പോ ഹളാ എന്ന് എഴുന്നേറ്റ് കൂടെ പോകുന്ന പറയണത് കൺമഷി എഴുതിയ സ്ത്രീയെ കണ്ടപ്പോഴേ എന്താ പരസ്യം! എന്താണ് ഈ മസ്കാരയിലുള്ളത്? മിനിമം ക്യാൻസർ ഉണ്ടാക്കുന്ന 3 സാധനങ്ങൾ: പാരബൻസ്, ഫോമൽഡിഹൈഡ് റിലീസിങ് പ്രിസർവേറ്റീവ്സ്. ഫോമൽഡിഹൈഡ് എന്ന് പറയുന്ന ക്യാൻസർകാരിയെ പുറത്തുവിടുന്ന, ബഹിർഗമിപ്പിക്കുന്ന പ്രിസർവേറ്റീവുകൾ. പിന്നെ PFAS എന്ന് പറയുന്ന കെമിക്കലുകൾ. ഈ മസ്കാരയിൽ
പാരബൻ ചേർക്കുന്നത് എന്തിനാണ്? അത് ബാക്ടീരിയൽ ഗ്രോത്ത് തടയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാക്ടീരിയൽ ഗ്രോത്തിനെയൊക്കെ തടയും, പക്ഷേ ഹോർമോണുകളുടെ ബാലൻസ് തകർക്കും. ഇപ്പം ഈ കണ്ണിൻ്റെ പുറത്തിവിടെയൊക്കെ എഴുതിയത് കൊണ്ട് ഹോർമോണുകൾക്ക് എന്താ കുഴപ്പം വരിക? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള വിഷപദാർത്ഥങ്ങൾ അത് ശരീരത്തിനുള്ളിലേക്ക് പെട്ടെന്ന് പാഞ്ഞ് കയറും, നിങ്ങളറിയില്ല. അതൊരല്പം നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ ഒരു ശകലം മതി, പാർട്ട് പെർ മില്യൺ മതി ശരീരത്തിൽ ആപത്തുണ്ടാക്കാൻ. ഫോമൽ ഡിഹൈഡ് റിലീസേഴ്സ് ആണ് മറ്റാപത്ത്. ഇതുകൊണ്ട് വളരെ സാവധാനത്തിലാണ് ഇത് റിലീസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ പലതരത്തിലുള്ള അലർജിക് റിയാക്ഷനും കണ്ണിലും ത്വക്കിൻ്റെ ഭാഗങ്ങളിലുമെല്ലാം ഉണ്ടാകാൻ ഈ സാധനം മതി. ഫോമൽഡിഹൈഡ് അറിയപ്പെടുന്ന ഒരു ക്യാൻസർകാരി കൂടിയാണ്, കാർസിനോജനാണ്. PFAS ഫ്ലോറിൻ കോമ്പൗണ്ട്സ് അത് വാട്ടർ പ്രൂഫിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, വെള്ളം കൊണ്ട് പെട്ടെന്ന് ഒലിച്ചിറങ്ങാതെ ഇരിക്കാൻ വേണ്ടിയൊക്കെയാണ് ഈ സാധനത്തിൽ ചേർക്കുന്നത്. ഇതിനെ ഫോറെവർ കെമിക്കൽസ് എന്നും പറയാറുണ്ട്. അതൊക്കെ ശരീരത്തിൽ കയറിയിട്ട് അവിടെ കിടന്നോടും, ഫോറെവറായിട്ട് തന്നെ കിടക്കും. എപ്പോഴാണ് ഏതെല്ലാം കോശങ്ങൾക്കാണ് വട്ടുപിടിപ്പിക്കുക, ക്യാൻസറിലേക്ക് നീങ്ങുക എന്നുള്ളത് അത് നിങ്ങളുടെ ഇൻഡിവിജ്വൽ ബയോളജി അനുസരിച്ചിരിക്കും. നിങ്ങളുടെ ശരീരത്തിൻ്റെ ജനിതകമായ പ്രത്യേകതയിൽ ക്യാൻസറിന് തയ്യാറായിരിക്കുന്ന ഒരു ശരീരമാണെങ്കിൽ, മറ്റു നിരവധി കാരണങ്ങൾ കൊണ്ട് ക്യാൻസറിന് റെഡിയായിരിക്കുന്നതാണെങ്കിലൊക്കെ നിങ്ങളുടെ കാര്യം വലിയ താമസമില്ലാതെ തീരുമാനമാകും. പിന്നെ ഉള്ളത് കാർബൺ ബ്ലാക്കാണ്. അത് കോൾട്ടാർ പെട്രോളിയം ബൈ പ്രൊഡക്റ്റ് ആണ്. കോൾട്ടാർ കളറുകളിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ്. നല്ല കറുത്ത നിറം കിട്ടണ്ടേ? നിരവധിയായ അലർജികളും പുറകെ വൈരൂപ്യത്തിൻ്റെ ക്യാൻസറും ഒക്കെ അത് നിങ്ങളുടെ ഒരു യോഗം അനുസരിച്ചിരിക്കും. പിന്നെയുള്ളത് റെറ്റിനൈൽ അസറ്റേറ്റ് ആണ്. അത് വൈറ്റമിൻ എ ഗുണമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അത് കണ്ടീഷനിങ്ങിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. പക്ഷെ ഒറ്റ കുഴപ്പമുള്ളൂ, ഇത് വെളിച്ചം കടന്നു വരുന്നതനുസരിച്ച് സെല്ലുലാർ ഡാമേജ് ഉണ്ടാക്കുന്ന സാധനമാണ്, കോശങ്ങൾക്ക് നാശമുണ്ടാക്കുന്ന സാധനമാണ്. കണ്ണിലാണ് പുരട്ടണത്. കാഴ്ചയൊന്നും അധികകാലത്ത് വേണമെന്ന് നിർബന്ധമില്ലാത്തവരായിരിക്കും. നിർബന്ധമാണ് കണ്ണിൽ ഇങ്ങനെയൊക്കെ വാരി തേക്കണമെങ്കിൽ അത് വിഷമില്ലാത്തതായിരിക്കണമെന്നുള്ള നിർബന്ധമെങ്കിലും നിങ്ങൾക്കുണ്ടാവണ്ടേ? വിഷമില്ലാത്ത കംപ്ലീറ്റ് പ്രകൃതിദത്തമായതിന് വില ഇത്തിരി കൂടും, പക്ഷേ അതിനേക്കാൾ എത്രയോ മടങ്ങ് വില പിന്നീട് നിങ്ങൾ ആശുപത്രികളിൽ കൊടുക്കേണ്ടതായി വരും. ക്യാൻസറിൻ്റെ ചികിത്സയ്ക്ക് ആശുപത്രിയിൽ പോയാൽ അറിയാമല്ലോ. അതുകൊണ്ട് മസ്കാര വാങ്ങി ഉപയോഗിക്കുന്നവർ അതിൽ ഈ വിഷങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു വിവേകമെങ്കിലും ഒരു നീതിയെങ്കിലും സ്വന്തം ശരീരത്തോട് കാണിക്കണം, സ്വന്തം ജീവിതത്തോട് കാണിക്കണം. കഴിയുന്നത്ര ഷെയർ ചെയ്ത് നമ്മുടെ യുവതലമുറയെ ആപത്തിൽ നിന്ന് രക്ഷിക്കണം. നന്ദി, നമസ്കാരം.